ഹലോ ഫ്രണ്ട്സ്, നമ്മൾ റൈസ് വെച്ച് എളുപ്പത്തിൽ നമുക്ക് കുക്കറിലൊരു മസാല റൈസ് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ ജീരകശാല അരി വേണം. ഏത് അരി വേണമെങ്കിലും നമുക്ക് കൈമ റൈസ് എടുക്കാം, മന്തിയുടെ റൈസ് എടുക്കാം, എല്ലാം എടുക്കാം. നമുക്ക് ഇഷ്ടത്തിന് റേഷൻ അരിയിൽ വരെ ഇതുണ്ടാക്കുക. അതൊരു 3/4 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന കണക്കെല്ലാം ഇട്ടിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, പുതിനയില. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ പീസാക്കി ഇട്ടാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാനാണ്. അപ്പോൾ ഇതൊന്ന് ഈ സൺഫ്ലവർ ഓയിൽ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിലും ചെയ്യാം, പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് നമുക്ക് മല്ലിയിലയും തക്കാളിയും പുതിനയിലയും എല്ലാം കൂടെ അതിട്ട് വഴറ്റിയെടുക്കണം. ഇത് കരിഞ്ഞു പോലും, ജസ്റ്റ് നമുക്കൊന്ന് വഴണ്ട് വന്നാൽ മതി. അത് കുറച്ച് നേരം അവിടെ കിടന്ന് വഴലട്ടെ. നമ്മൾ മക്കൾക്ക് സ്കൂളിൽ തുറന്നില്ല, അപ്പോൾ നമുക്ക് അവർക്ക് ലഞ്ചിനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. ഞാൻ മസ്റ്റായിട്ട് ഇത് കണ്ടു തരുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും തീർച്ചയായും. ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. ചൂടാറുമ്പോൾ ഇതും അരച്ചെടുക്കണ്ടേ, അത് ഈ കുക്കറിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടാക്കാം. നമുക്ക് വേറെ പാത്രം കഴുകാൻ നിൽക്കേണ്ട, എളുപ്പ വഴിയാണ്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് അതൊന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സവാള അല്ലെങ്കിൽ 1.5 സവാള എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും, ഈ ഉപ്പിടുമ്പോൾ നോക്കിയാണ് നമ്മൾ 2-3 ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ബിരിയാണി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പിടുമ്പോൾ നോക്കിയാണ് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതിനകത്തും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. ഞാൻ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് വഴറ്റിയില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് തക്കാളി, വീണ്ടും ഞാൻ ഒരു തക്കാളി, ഇനി ആകെ 2 തക്കാളിയാണ് ഞാൻ ഇട്ടത് ഇതിനകത്ത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ തക്കാളിയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതവിടെ വാടുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൊണ്ട് ചെയ്യണം. ഇത് മിക്സിയിലെ ജാറിൽ ചൂട് ജസ്റ്റ് ഉണ്ട്, എന്നാലും ഒന്ന് സ്കൂള് ഉള്ള ദിവസം ആയതുകൊണ്ടാണ് അത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ മറ്റേ സവാള ഇട്ടത് വഴറ്റി വന്നിട്ടുണ്ട്. അത് തക്കാളി ഇട്ട് ഒരു പകുതി തക്കാളികളും അതും കൂടെ വഴറ്റിയെടുത്തിട്ട് നമുക്കിനി മസാലകൾ ആഡ് ചെയ്യണം. ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി മുളക് പൊടി. നമ്മൾ ബിരിയാണി മസാലയ്ക്ക് വരെ എൻ്റെ കയ്യിൽ മന്തി മസാല ആയിരുന്നുണ്ട്, ഞാൻ മന്തി മസാലയാണ് ഇട്ടത്. ബിരിയാണി മസാലയാണ് ഇടേണ്ടത്. എന്നിട്ട് അതും കൂടെ നല്ല രീതിയിൽ കുറച്ച് നേരം അതിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ. എന്നിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കത് നേരത്തെ അരച്ച് വെച്ച ഈ അരപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ മസ്റ്റായിട്ടുള്ള ഈ അരപ്പാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെയാണ് ഒരു ഫ്ലേവറാണ് വരേണ്ടത് നമ്മൾ നേരത്തെ അരച്ചതിൻ്റെ. ഇതങ്ങോട്ട് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്ത് നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്തോളൂ, 2 കപ്പ് എടുത്തിട്ടില്ല. കുക്കറിലാണ് ചിലപ്പം വെന്ത് പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ തൈരിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. കുറച്ച് പുളിപ്പില്ലാത്ത തൈരും ഇടണം. പുളിപ്പുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് മതി. എൻ്റെ കയ്യിൽ പുളിപ്പില്ലാത്തതാണ് 2 ടീസ്പൂൺ ഇട്ടത്. ഇതും കൂടെ നല്ല രീതിയിൽ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളയ്ക്കണം. തിളച്ച് വന്നിട്ട് ഇതുണ്ടാക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ഇത് വെന്ത് പോവോ കുഴഞ്ഞു പോകുമെന്ന്. എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാം, എളുപ്പ വഴിയല്ല. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളമെല്ലാം ഊറ്റി വെച്ചത് അരി അതുകൊണ്ട് ഇളക്കി നല്ല രീതിയിൽ ഇളക്കിയിട്ട് വന്നിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് ഞാനൊരു ഫിസിൽ വെയിറ്റ് ഇട്ട് ഞാൻ കുക്കർ അടയ്ക്കുന്നില്ല. എന്നിട്ട് ഒരുപാട് സിമ്മാക്കിയില്ല, ഹൈ ഫ്ലെയിമിലായിരുന്നു നേരത്തെ കിടന്നത്. ജസ്റ്റ് ഒരു തീ കുറച്ചിട്ട് ഒരൊറ്റ ഫിസിൽ കഴിഞ്ഞ് എടുക്കും നോക്കുന്നുണ്ട്. നമ്മുടെ മസാല റൈസ്. ഇതിൻ്റെ മുകളിൽ കാണുന്നത് നിങ്ങൾ നോക്കണ്ട, അത് ജസ്റ്റ് അത് ഇളക്കി വരുമ്പോൾ സെറ്റാവും. മുകളിൽ ആ മസാലയുടെ ഗ്രേവിയുടെയൊക്കെ വന്ന് കിടക്കുന്നതാണ്. ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. അതാക്കണ്ട, നല്ല അടിപൊളി നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ പേരെന്ന് പറഞ്ഞാൽ കുസ്ക എന്നാണ് പേര്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സിമ്പിൾ റെസിപ്പി. അടുത്ത വീഡിയോ കാണാൻ ടാറ്റ, ബൈ ബൈ.